അതുപോലെ ഇന്ന് നമുക്ക് വലിയ സന്തോഷത്തോടെ വിഷയമാണ് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാ എ.പി. ഉസ്താദ് തൗവലല്ലാഹു ഉംറ. ആ ഉസ്താദാണ് എല്ലാ പക്കയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ടുള്ള ഇന്ത്യത്തിലും ഇന്ത്യത്തെ പുറത്തും നിമിഷപ്രിയാൻ ചൊല്ലെങ്കിലത്തെ പെണ്ണ് യമനില് ഗല്ലു ശിക്ഷക്ക് വിധേയായപ്പ ആ പെണ്ണുക്ക് വേണായിട്ട് ആ പെണ്ണിന്റെ രക്ഷണക്ക് വേണായിട്ട് ഗവൺമെന്റിന് വരെ സോത്തെങ്കിട്ട ടൈമുൾ ഒരു ആലിം യമൻ സർക്കാർ തൊട്ടിയെ മുന്നിട്ട് അതിനെ ബാക്കാക്കുവാട്ടോ ഇൻഷാ അല്ലാഹ് അതിനെ ഇല്ലാണ്ടാക്കുവാട്ടോ സാധ്യ ആയിട്ടുണ്ടായെങ്കിൽ അവരുണ്ടായെങ്കിൽ അത് ലോകത്തെ ഒരേ ഒരു ആലിം ഞങ്ങൾ സ്നേഹിക്കണമെങ്കിൽ സുൽത്താനുൽ ഉലമാ ശൈഖുന എ.പി. ഉസ്താദാണ്. ഇന്ന് ഞാൻ നോക്കിയ ഉസ്താദിന്റെ ഓഫീസിലെ പത്തിരി എത്ര വണ്ടി, മീഡിയത്തെ വണ്ടി, രാഷ്ട്രീയക്കാർ വണ്ടി എല്ലാവരും വന്നിട്ട് ഇന്ത്യത്തെ PM മുതലുള്ള രാഷ്ട്ര അധ്യക്ഷന് വരെ കിട്ടാത്ത മഹത്വമാണ് ഒരു ആലിം കിട്ടിയുള്ളൂ. അത് നമുക്ക് അഭിമാനമാണ്, നമുക്കൊരു ഖുശിയാണ്. ഞങ്ങൾ പിടിച്ചെങ്കിലത്തെ കൈ അത്രയും ഭദ്രമാണ്, അത്രയും തഖ്വയുള്ളതാണ്, ലോകാംഗീകാരമുള്ളതാണ് എന്നുള്ള ഒരു ഖുശി ഞങ്ങൾക്കുണ്ട്. അല്ലാഹു ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ഇനിയും ചെമ്മ വർഷ ആ ഉസ്താദിനെ തണവല്ലാഹു നമുക്ക് നീക്കിത്തരുമാറാവട്ടെ. ആ ഉസ്താദിന്റെ ശരീരത്തിൽ എന്ത് രോഗമുണ്ടെങ്കിലും അല്ലാഹു ഈ സദസ്ര ബർക്കത്ത് കൊണ്ട്, ബിലാൽ തങ്ങളെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഇനിയും ദീർഘകാലം ആ ഉസ്താദിന്റെ നേതൃത്വം അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ.